ഇന്ന് 5-ാം തീയതിയാണ്. സാറ് സാലറി എടുക്ക്. നീ എന്താ വിളിച്ചേ? സാറേന്നോ? ആരാണ് നിങ്ങളുടെ സാറ്? ഏട്ടനാണ് ഏട്ടൻ. ഇനി ഏട്ടാന്ന് വിളിച്ചാലേ നിനക്കൊക്കെ സാലറി ഉള്ളൂ. എന്തോ ഏട്ടാ ഞാൻ വിളിച്ചില്ല, എനിക്കാ സാലറി. കഴിഞ്ഞ മാസത്തെ 1200 കൂടി തരാൻ കേട്ടാ. ഒന്ന് പോയേ. മക്കളെ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെ. അച്ഛനറിയോ കാര്യം? അബൂ വാങ്ങിച്ചു പാർട്ട് പേയ്മെന്റ്. ഈ മാസം പാർട്ട് പേയ്മെന്റ്. എന്ത് കഷ്ടം എന്റെ സാറേ. എടാ, ഈ 10-ാം തീയതി 10,000, അടുത്ത 20-ാം തീയതി 5,000, ബാക്കി 25-ാം തീയതി. എല്ലാ മാസം പോലെ. ഇതൊക്കെ കറക്റ്റാ. പക്ഷെ പ്രസന്റ് എന്നെ മുമ്പ് എന്നോടൊന്നും പറയണം കേട്ടാ. എന്നിട്ട് അറിയപ്പെടേണ്ടത്. അബു, ഞാൻ ഈ സ്ഥാപനത്തിന്റെ MD-യാ, അല്ലാതെ തിന്നിട്ടല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാറാണ് ഇപ്പൊ ഓർമ്മിപ്പിക്കണം ഓരോന്നും. നീ ഒന്ന് പോയാ ബു. ചായ വേണോ? ഒരു ചായ എടുത്തുണ്ടോ? എന്നിട്ടാ പഞ്ചസാര കുടിക്കാൻ പൈസ? ചായ വേണ്ട. ചെക്ക് താഴെ വീണു കണ്ട, ഒരു ശ്രദ്ധയില്ല. ഇത് പിടിക്കതാ. മേടിച്ചോ, വർക്കാവില്ലെന്നുള്ളൂ. ബൗൺസ് ആവും. ഓക്കെ. എനിക്കില്ലേ വേറെ നിനക്ക് മിണ്ടാണ്ട്. CM-ന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. പുള്ളി 26-ാം തീയതി എത്തും. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ അല്ല, അത് നീട്ടി വെച്ചാലോ? നീട്ടി വെക്കാനോ? CM-ന്റെ ഡേറ്റ് കണ്ടിട്ടല്ല നമ്മൾ ആമനക്കുട്ടിയുടെ ഫണ്ട് റേസിംഗ് തുടങ്ങി വെച്ചത്. പുള്ളിയുടെയും കൂടി അവൈലബിലിറ്റി നോക്കണ്ടേ? സാറേ, 4-5 വയസ്സുള്ള ഒരു കുട്ടി, അതിന്റെ ഹാർട്ട് സർജറി. ഈ പബ്ലിക് മുഴുവൻ നമ്മുടെ കൂടെ വന്നതാ. മാത്രമല്ല, ഹലോ നമ്മൾ സൈഡ് എടുക്കുന്ന 8-ാമത്തെ മിഷനായത്. അതുമല്ല, ഞങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടി ഞങ്ങൾക്ക് നോക്കണ്ടേ. പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഈ ക്യാമ്പയിൻ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങ് വിട്ടേര്. അതെ. നിങ്ങളാണോ ബോസ് അല്ലെങ്കിൽ ഞാനാണോ ബോസ്? ബോസോ? അങ്ങനെ ഒരാളുണ്ടോ ഇവിടെ? ഇല്ലേട്ടാ, സങ്കടായോ? സാറ്, ഒരു കുട്ടിയുടെ കാര്യമാണ്. മുസ്തഫയാണ് ആമനക്കുട്ടിയുടെ അച്ഛൻ. ഹലോ മാധവ് സാറേ, ഇത് ഞാനാ മുസ്തഫ. മനസ്സിലായി മുസ്തഫക്ക, അറിയൂ. ഡോക്ടർ ഓപ്പറേഷന്റെ ഡേറ്റ് തന്നു, 26-ാം തീയതി. അത് സാരമില്ല, ഞാൻ ചെറിക്ക് കൊടുക്കാം. ഓ ശരി സാർ. ഹലോ, മുസ്തഫാക്ക. ജയമോഹൻ സാർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഫിക്സ് ചെയ്ത ഡേറ്റ് തന്നെ നമുക്ക് ചെക്ക് കൊടുക്കണമെന്ന്. ഫോണൊന്ന് ആമനക്കുട്ടിക്ക് കൊടുക്കുവോ? ഇപ്പൊ കൊടുക്കാം സാർ. സ്പീക്കറിലിട്. മോളെ, ജെറിയങ്കിളാ സംസാരിക്കേ. ഹലോ അങ്കിൾ, ആമനക്കുട്ടിയാ. മോളെ പറയേ, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ ഹലോ നമസ്തേ കേട്ടായിരുന്നു. എന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേ? എന്ത് വിഷയം ഉണ്ടെങ്കിലും അങ്കിൾമാരൊന്ന് വിളിച്ചാ മതി കേട്ടോ. ഇനിയൊന്ന് പറഞ്ഞേ. കാത്തിരിക്കാം, കേട്ടിരിക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. ഹലോ FM. മുഖ്യമന്ത്രിയോട് പോവാൻ പറ. നമ്മൾ ഫംഗ്ഷൻ 19-ന് നടത്തും. അതാണ്. ഹലോ, പ്രിയ എന്ന് പറഞ്ഞ ബേക്കറാണോ? ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? അതേലോ. എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്യണമല്ലോ, എന്താ ചെയ്യണ്ടേ? പറഞ്ഞോളൂ സർ. ഭയങ്കര വില കൂടുതലാണോ? വിലയൊക്കെ എങ്ങനെയാ? ആദ്യം ഏതാ വേണ്ടേന്ന് പറയൂ, എന്നിട്ടല്ലേ വിലയൊക്കെ. റെഡ് വെൽവെറ്റ് ഉണ്ട്, ചോക്ലേറ്റ്, വൈറ്റ് ഹെവൻ. അതെ, ഈ കേക്ക് അല്ലാണ്ട് ഉണ്ടംപുരി ഉണ്ടാവോ? ഉണ്ടംപുരി? അയ്യേ, ഒരളിഞ്ഞ കോമഡി. ഓക്കെ, ഞാനേ ഇന്ന് വരുമ്പോ കുറച്ച് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ മൂവാറ്റുപുഴക്ക് പോണം, നമ്മുടെ ജെറിയുടെ എക്സിന്റെ കല്യാണം. അയ്യേ, ജെറി വരുന്നുണ്ടോ? കൊടുക്ക വാങ്ങിച്ചോ. ഹലോ പ്രിയ. ഒരു ചമ്മലുമില്ലല്ലോ ഈ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിനൊക്കെ പോവാൻ. അയ്യേ, ചമ്മലോ? എന്തിനു ചമ്മന്നത്? ഞങ്ങൾ ആ റിലേഷൻഷിപ്പ് വളരെ നല്ല നോട്ടിൽ എൻഡ് ചെയ്തു. മാത്രമല്ല, ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സാ. അതുകൊണ്ടല്ലേ കല്യാണത്തിന് വിളിച്ചേ. അതുമല്ല, അന്നയും ഞാനും മാധവക്കും ഒരേപോലെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എനിക്ക് ആ പെണ്ണാട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വെറുതെ ബിരിയാണി അടിക്കാൻ വേണ്ടി ഇവന്റെ കൂടെ പോണു, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഈ നിൽക്കുന്ന വേഷത്തിൽ തന്നെ പോവാണോ? അത് കുഴപ്പമില്ല, ഞാൻ ചെറിയുടെ വീട്ടിൽ കയറിയിട്ടാ പോകുന്നത്, അത് മാനേജ് ചെയ്തോളാം. അപ്പൊ രാത്രി ഭക്ഷണം വേണ്ട? വേണ്ട, ഇന്ന് ഞങ്ങൾ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാം. ആണോ? നല്ല ഫുഡല്ലേ, ഇങ്ങ വന്നേരാട്ടാ. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ.
എടാ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ? ഗിഫ്റ്റ് വാങ്ങണ്ടേ? വാ. ഇത് ചായ കുടി മാത്രമല്ലോ, വേറൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും വേണോ? പച്ചവെള്ളം കിട്ടി കുടിക്കാൻ. ആർക്ക് തന്നെത്താൻ അങ്ങോട്ട് കുടിച്ചാ മതി. ഒരു മിനിറ്റ് വെയിറ്റ്. നല്ല വല്ലോ ദേ വിളിക്കുന്നു. ആ എന്തേ? ഒരു ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റാ? നീ പെട്ടെന്ന് തൊട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ. ആ വൈകിട്ട് ഒരു കല്യാണത്തിന് പോകണം. ആരുടെ കല്യാണം? അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം പൈസ പറഞ്ഞു. കൊടുക്ക്. കൂടിയതാണോ? നല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു ഗിഫ്റ്റ് വേണം. ആ എവിടെയാണ് കല്യാണം? എവിടെ? കുറച്ച് ദൂരെയാണ്. ഓ ആ ഞാൻ ഫ്രീ ആണ്. ആ പോനെ. ഏതെന്നാ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു. അല്ല കല്യാണത്തിന് പോയാൽ ഞാൻ ഫ്രീ ആണ്. ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല. അത് ശരിയാക്കാം. തൽക്കാലം താൻ പോയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ കേട്ടോ. പോകുമ്പോ ആ ഒരുമിച്ച് പോവാം. ശരി. ഓക്കെ. ആ എന്താണ് ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മരമണ്ടൻ? അതിന് ഞാൻ ഈ വീട് ഇപ്പോഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചുതരാൻ പറഞ്ഞാൽ പോരാ? അവളെ തിരികെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓ ശരിയാണല്ലോ. ഡയലോഗ് അടിക്കല്ലേ. എന്നാ എന്നാ വരിക? ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങിട്ടോ. എന്റെ ഈശോയെ, ദേ അന്ന മധുരവെപ്പിന് സമയായി. നീ ഇങ്ങ് വന്നേ. മധുരമൊക്കെ ഇവിടെ കെട്ടിയോ നാളെ കൊടുത്തോളൂ. ഇച്ചാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ. മെസ്സേജ് ഇല്ല, ഞാനങ്ങ് വന്നേക്കാം. ഓക്കെ. പൊട്ടിക്ക്. ഹലോ, Hi. നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ് ഹായ്. ജെറി ആൻഡ് മാധവ്. Hello. മൈ ഫ്രണ്ട്സ്. ഇതാബു, ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ്. ആ ഹലോ. പ്യൂൺ. എന്നാ? ഓഫീസിലെ പ്യൂണാണ്. പക്ഷെ ശമ്പളം കൂടി എനിക്ക് ഇവരെക്കാളും അല്ലേ? ഈ ഫോട്ടോ ഇനി വന്നേരെ. താങ്ക് യു. ഇപ്പൊ തന്നെ പൊട്ടിക്കാലോ. ഓ പൊട്ടിക്കാൻ പോലെ ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ പൊട്ടിക്കാൻ പറഞ്ഞു. അടുത്ത ഫ്രണ്ട്സ് വരുന്ന ഗിഫ്റ്റ് അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കണ്ടേ? പിന്നല്ലാതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫാൻ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് പറഞ്ഞു പോകും. ഞാൻ പുറത്ത് കേട്ടെ. നല്ലോണം പോയി വിട്. കിട്ടും. ആ, അത് തന്നെ. അയ്യോ പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ? കൊള്ളാം. മോളെ മധുരം വെപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്ന്. ഇച്ചായ, എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം, എടി മുട്ടുസൂചിയാണെങ്കിലും സമ്മാനം സമ്മാനം തന്നെ. അതെ. ഇവര് ഹലോ എഫ്എമ്മിലെ ആർജേസാ. ജെറി, ഹലോ. മാധവ്. ഹലോ. അബു. ആ ഹലോ. ഇതെന്റെ ഇച്ചായ ടോമി ചായ. യുഎസിലാ. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഹലോ എഫ്എം ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഒരു ആമിനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ? വളരെ നല്ല കാര്യം. എന്നാൽ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. കൈയോടെ ചെക്ക് കൊടുത്തേ. ഇവിടെയും ചെക്ക്. പപ്പു വന്നു. ഓ അവര് വന്നു കേട്ടോ. അല്ല, ആരെയാ അപ്പു? അപ്പു അല്ല, പപ്പു. എന്റെ കല്യാണച്ചക്കന്. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? ആ നമസ്കാരം. വന്നാട്ടെ. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ? എന്നതാ? ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. വന്നാട്ടെ, എല്ലാരും വെയിറ്റിംഗ്. പ്ലീസ് കം. ഹായ് അന്ന. ഓക്കെ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ Come on. അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേ ശീലു. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. നോ. 2.5. ഒരു 3 വരും. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പോ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനത്തിന് മാർക്കറ്റിൽ കൊടുത്താൽ കിട്ടും. ഒന്നും കേട്ടില്ല.
എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു. അബു, ജെറി, മാധവ്. ഇത് ആ, ആ, ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. നൈസ് ടു മീറ്റ് യു. എന്നിട്ട് താടിയൊന്നും കാണാറില്ലല്ലോ. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM ൽ RJs. ഓ, ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ FM വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ആ, ഞാനും കേട്ടിരുന്നു FM ൽ എപ്പോഴും. ആ, നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM ൽ ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ കൊണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ ഇതിന്റെ വില എത്രയെന്നറിയോ? അജാ, 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിലിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ? പറ. അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വില അല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. വാ. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി പതൂരി? താടി വരുന്നതിന് മുമ്പ് പോവാ.